നമസ്കാരം. ഫുൾ സ്റ്റോപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് വെള്ളിയാഴ്ച 7 നവംബർ എങ്ങനെയാണ് ട്രേഡ്, എന്താണ് വന്നത് സിഗ്നൽ, എങ്ങനെയായിരുന്നു നമ്മൾ ആ ട്രേഡ് എടുക്കേണ്ടതെന്നുള്ളത് ഒന്ന് നോക്കാം. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന നേരത്ത് രാവിലെ 9:15 യൂഷ്വലി മാർക്കറ്റ് ഓപ്പണിംഗ് ടൈമിൽ മാർക്കറ്റ് ഓപ്പണായി. നമ്മളുടെ ഫുൾ സ്റ്റോക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു പ്രത്യേകത, അതിലൊരു ടേബിൾ ഉണ്ട്. ആ ടേബിളാണ് നിങ്ങൾ ആദ്യം റീഡ് ചെയ്യാൻ പഠിക്കേണ്ടത്. ഇത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. ഒരു 5 ദിവസം 6 ദിവസം അല്ലെങ്കിൽ ഒരു 5-6 ട്രേഡ് നമ്മൾ കൃത്യമായിട്ട് ഈ ടേബിളിലൊന്ന് വാച്ച് ചെയ്താൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണ്, മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ നേരത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അടുത്ത 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ എന്തായിരിക്കും മൂവ്മെൻറ്റ് എന്നുള്ള സ്റ്റാറ്റസ് നമുക്ക് ഈ ടേബിളിൽ വളരെ വ്യക്തമായിട്ട് കാണാം. ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു 9:15 9:16 ആവുമ്പോൾ ട്രെൻഡ് ബാരിഷാണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബാരിഷാണ്, പവർ ഓഫ് കൺട്രോൾ ബാരിഷാണ്, സിഗ്നൽ ഓഫ് ദ സ്ട്രെങ്ത് അത് വീക്കാണ്, സീറ്റ നെഗറ്റീവാണ്, സിഗ്മ നെഗറ്റീവാണ് എന്നും ഞാൻ പറയുന്ന പോലെ വോളിയൂമും നെഗറ്റീവാണ്, സ്കോറോ 0ആണ്, 3-ൽ 0 ഉള്ളൂ, സ്കോറും ഇല്ല. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് ഓപ്പണായി ആദ്യത്തെ 2 മിനിറ്റ് 3 മിനിറ്റ് കഴിയുന്ന നേരത്ത് ടേബിൾ വളരെ വ്യക്തമായി പറയുന്നു മാർക്കറ്റ് നെഗറ്റീവ് ട്രെൻഡാണ്, ട്രെൻഡ് നെഗറ്റീവാണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ നെഗറ്റീവാണ്, സീറ്റ സിഗ്മ വോളിയം നെഗറ്റീവാണ്, പവർ ഓഫ് കൺട്രോൾ നെഗറ്റീവാണ്, സിഗ്നലിൻ്റെ സ്ട്രെങ്ത് നെഗറ്റീവാണ്, സ്കോറ് 0ആണ്. സമയം 9:23 ഇപ്പം 9:15 മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് 9:23 ആവുമ്പോഴും മാർക്കറ്റ് നെഗറ്റീവ് തന്നെയാണ്. സ്കോർ ബോർഡ് അല്ലെങ്കിൽ ടേബിളിൽ മൊത്തത്തിൽ നെഗറ്റീവാണ്, 3 ഡോട്ട്സും നെഗറ്റീവാണ്. ഇങ്ങനെ ഉള്ള ഒരു ടേബിൾ റീഡിങ്ങിൽ 9:29 കാൻഡിലിൽ വരുന്ന ആൽഫ സിഗ്നൽ ഫുൾ സ്റ്റോക്ക് 501 പ്രോ ഇൻഡിക്കേറ്റർ ഒരു ദിവസം ഒരു ട്രേഡ് എല്ലാ ദിവസവും രാവിലെ 9:29 കാൻഡിലാണ് ആൽഫ സിഗ്നൽ വരിക. ആൽഫ സിഗ്നൽ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ അത് ആ കാൻഡിൽ ക്ലോസ് ആവുന്നവരെ 9:30 വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. 9:30 ആ കാൻഡിൽ ക്ലോസ് ആവുന്ന നേരത്ത് ആൽഫ സിഗ്നലിൽ എന്താണോ ആ ലേബിളിൽ എന്താണോ സ്ട്രൈക്ക് പറയുന്നത് ആ സ്ട്രൈക്കാണ് നമ്മൾ എടുക്കേണ്ടത്. ഇന്ന് ഈ മൂവ്മെൻറ്റ് 9:23 വന്നപ്പോഴും 9:24 ഇതാ അടുത്ത കാൻഡിൽ, 9:25 അതിൻ്റെ അടുത്ത കാൻഡിൽ, 9:26 അതിൻ്റെ അടുത്ത കാൻഡിൽ, 9:27 9:27 കഴിഞ്ഞ് 9:28 ആയപ്പോഴും ടേബിളിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എന്താണോ 9:15 ഉണ്ടായ സ്റ്റാറ്റസ് അത് തന്നെയാണ് നിലനിൽക്കുന്നത്. ഇതിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവാം. ഇന്ന് ആൽഫ സിഗ്നൽ വരുന്ന നേരത്ത് പി ആണ് എന്നുണ്ടെങ്കിൽ ട്രേഡിന് പോവാം. പി അല്ല മറിച്ചിട്ട് സി ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് ട്രേഡ് എടുക്കരുത്. നമ്മൾ നിർബന്ധമായിട്ട് എല്ലാ ദിവസവും ട്രേഡ് എടുക്കും എന്നുള്ള വാശിയല്ല വേണ്ടത്. എടുക്കുന്ന ട്രേഡ് പ്രോഫിറ്റബിൾ ആക്കാനാണ് നോക്കേണ്ടത്. ആ എടുക്കുന്ന ട്രേഡ് പ്രോഫിറ്റബിൾ ആക്കാൻ സഹായിക്കുന്നതാണ് ഇതൊരു GPS പോലെയാണ്. നിങ്ങൾക്ക് മുന്നിൽ റോഡ് മുഴുവൻ ബ്ലോക്കാണ്, ട്രാഫിക് ബ്ലോക്കാണ് എന്ന് വ്യക്തമായിട്ട് GPS പറയുന്ന പോലെ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മുഴുവൻ നെഗറ്റീവാണ്. മുഴുവൻ നെഗറ്റീവ് ആവുന്ന നേരത്ത് ഒരു സി ട്രേഡ് എടുക്കുന്നത് വളരെ വളരെ റിസ്ക്കിയാണ്. അപ്പം പി വരാണെങ്കിൽ എടുക്കും, സി വരാണെങ്കിൽ എടുക്കില്ല എന്നുള്ള തീരുമാനം എടുക്കാൻ ഒരു ബെസ്റ്റ് ഓഫ് ജഡ്ജ്മെൻറ്റ് ആ നേരത്ത് നമുക്ക് എന്നും ഒരു ട്രേഡർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ഏത് ട്രേഡ് എവിടെ എത്രയ്ക്ക് എടുക്കണം എന്നുള്ളൊരു തീരുമാനം എടുക്കാനാണ് ബുദ്ധിമുട്ട്. അതിനാണ് ഈ ടേബിൾ ഹെൽപ്പ് ചെയ്യുക. ഈ ടേബിളിൽ വളരെ വ്യക്തമായിട്ട് 9:28 ആയപ്പോഴും നെഗറ്റീവാണ് കാട്ടുന്നത്. വരുന്നത് പി ആണെങ്കിൽ ടാർഗറ്റ് അടിക്കാനുള്ള സാധ്യത ഇന്ന് വളരെ കൂടുതലുണ്ട്. കാരണം മാർക്കറ്റ് നെഗറ്റീവ് ട്രെൻഡ് കാട്ടുന്നു. എല്ലാ കോളം 1 2 3 4 5 6 7 കോളം നെഗറ്റീവാണ്. മൊത്തത്തിൽ ബാരിഷാണ്. ആ ബാരിഷിൻ്റെ കൂടെ 3 റെഡ് ഡോട്ടാണ്. ഇവിടെ ബെയർ വന്ന് നിൽക്കുന്നുണ്ട്. സ്കോറ് 0ആണ്.
ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഒരു സി എടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും യോജിച്ചതല്ല, അത് യുക്തിയല്ല, എടുക്കരുത്. ഇന്ന് ട്രേഡ് വേണ്ട എന്ന് തീരുമാനിക്കണം. അതാണ് ആക്ച്വൽ നല്ലൊരു സക്സസ്ഫുൾ ട്രേഡ് ചെയ്യേണ്ടത്. എല്ലാ ദിവസവും ട്രേഡ് എടുക്കുക എന്നുള്ള വാശിയല്ല, എടുക്കുന്ന ട്രേഡ് പ്രോഫിറ്റബിൾ ആക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തീരുമാനം എടുക്കാൻ അത് വേണോ വേണ്ടേ, ഇത് ഈ ട്രേഡ് ടാർഗറ്റ് ഹിറ്റ് ആവോ ഇല്ലേ എന്ന് മനസ്സിലാവാനാണ് ഡാഷ്ബോർഡ് പോലെ ഈ ടേബിളിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഓരോ കോളത്തിലും നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ സഹായിക്കുന്നത്. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം, എന്താ വരുന്നത് നോക്കുക. സി ആണോ പി ആണോ എന്നുള്ള തീരുമാനം ആയിട്ടില്ലല്ലോ. ഇവിടെ വന്നു 9:29 ക്യാൻഡിൽ ക്ലോസ് ആയി, 9:31 9:29 ക്യാൻഡിൽ 30 ക്ലോസ് ആയപ്പം 25,350 CE 25,350 CE ആണ് വന്നത്. സി വന്നു, ഇന്ന് ട്രേഡ് എടുക്കുന്നില്ല എന്ന് ആ സ്പോട്ടിൽ നിങ്ങൾ തീരുമാനിക്കുക. കാരണം ട്രെൻഡ് നെഗറ്റീവാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബാരിഷാണ്, പവർ ഓഫ് കൺട്രോൾ ബാരിഷാണ്, സിഗ്നൽ ഓഫ് ദ സ്ട്രെങ്ത് വീക്കാണ്, സീറ്റ സിഗ്മ വോളിയം ഇല്ല, സ്കോർ 0 ഇവിടെ നമ്മൾ പോയിട്ട് CE ട്രേഡ് എടുക്കരുത്. പിന്നെ ബാക്കിയുള്ള വീഡിയോകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ട്രേഡ് അനലൈസ് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് കാത്തു നിൽക്കുക. ചിലപ്പോൾ മുന്നത്തെ ബ്ലോക്ക് തീർന്നാൽ ട്രാഫിക് വളരെ സ്മൂത്ത് ആവും. അപ്പം നമുക്ക് ടാർഗറ്റിലേക്ക് എത്തും. അതിന് നമുക്കൊരു 3 മിനിറ്റ് 5 മിനിറ്റ് സമയം, പരമാവധി 7 മിനിറ്റ്, അതിൻ്റെ കാട്ടി കൂടുതൽ നമ്മൾ സമയം കൊടുക്കുന്ന നേരത്ത് ഈ സിഗ്നൽ റീഡ് ചെയ്യാൻ എടുത്ത ഇതിൻ്റെ കോഡിങ് അല്ലെങ്കിൽ ഇതിന് വർക്കൗട്ട് ചെയ്തിരിക്കുന്ന ഫോർമുല മാക്സിമം ഒരു 5 to 7 മിനിറ്റ്സ് പ്രോബബിലിറ്റി മുന്നോട്ടുള്ള മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്താണ് മാർക്കറ്റ് എന്നുള്ളത് പ്രഡിക്ഷൻ ഒരു 50% ഒക്കെ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ 40% ശരിയാവുള്ളൂ. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 70% ശരിയാവണമെന്നുണ്ടെങ്കിൽ, 75% ശരിയാവണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു 5 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 7 മിനിറ്റ് കൊണ്ടോ നമുക്ക് ആ ടാർഗറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മളെ ബൈ പ്രൈസിലേക്ക് എത്തണം. ഇപ്പം ഓൾറെഡി ഇൻഡെക്സിൽ 25,350 വന്നു. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 9:29 ക്യാൻഡിൽ ക്ലോസ് ആയി, ആ സ്ട്രൈക്ക് വന്നു, സ്ട്രൈക്ക് ഏതാണെന്ന് മനസ്സിലായി. അപ്പം തന്നെ നമ്മൾ എടുത്തിട്ട് സ്ട്രൈക്കിൽ ഇടണം. സ്ട്രൈക്ക് ഇട്ട് കഴിഞ്ഞാൽ സ്ട്രൈക്കിലെ ടേബിൾ എന്താ പറയുന്നത്? ട്രെൻഡ് ബാരിഷാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബാരിഷാണ്, പവർ ഓഫ് കൺട്രോൾ ബാരിഷാണ്, സിഗ്നൽ ഓഫ് ദ സ്ട്രെങ്ത് വീക്കാണ്, സീറ്റ സിഗ്മ നെഗറ്റീവാണ്, വോളിയം മാത്രം ഇവിടെ പോസിറ്റീവാണ്. സ്കോർ 3-1 സ്കോർ 3-1, വോളിയം പോസിറ്റീവാണ്. പക്ഷേ ഇവിടെ 3 റെഡ് ഡോട്ട്സ് ആണ്. ബെയർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ബെയർ നിൽക്കുന്ന സ്ഥിതിക്ക് 3 റെഡ് ഡോട്ടായ സ്ഥിതിക്ക് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബാരിഷ് ആയ സ്ഥിതിക്ക് സീറ്റയും സിഗ്മയും നെഗറ്റീവാണ്. പക്ഷെ വോളിയം ഉണ്ട്. വോളിയം ഉള്ളതിനെ കൊണ്ട്, ഈ സ്ട്രൈക്കിൽ വോളിയം ഉള്ളതിനെ കൊണ്ടാണ് ഇൻഡെക്സിൽ ആ CE നമ്മൾ കാട്ടിയത്. ഇനി ഈ വോളിയം ഇവിടെ സസ്റ്റെയിൻ ആവണം. നമ്മളുടെ സിഗ്നൽ വരുന്നേരത്തും നമ്മൾ മുന്നോട്ട് ആ സിഗ്നലിൽ ഓർഡർ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ആ വോളിയം ഗ്രീനിഷ് അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് അവിടെ സസ്റ്റെയിൻ ആവണം. അവിടെ അത് സസ്റ്റെയിൻ ആവുന്നില്ല, വോളിയം ഇടയ്ക്ക് റെഡിലേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ റിസ്ക് ഫാക്ടർ കൂടി. അപ്പം നമ്മൾ യൂഷ്വലി മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അഥവാ ഓർഡർ എക്സിക്യൂട്ട് ആയാൽ ഒരു 50%, 30 പോയിൻറ്റ്സ് ആണ് നമ്മളുടെ ടാർഗറ്റ്. ഒരു 50% അല്ലെങ്കിൽ ഒരു 60%, 70% ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ടിരിക്കുന്നതാണ് യുക്തി. അപ്പോൾ നമുക്ക് ലോസ് വരില്ല, ചെറിയൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് മുന്നോട്ട് പോയി നോക്കുക. ഇപ്പോൾ 9:27 നമുക്ക് 9:27 ഈ സ്ക്രീന് അല്ലെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് നമ്മുടെ അടുത്തില്ല. കാരണം നമുക്ക് ഏതാണ് സ്ട്രൈക്ക് എന്നുള്ളത് അറിയുന്നത് ഇൻഡെക്സിൽ 9:29 ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോഴാണ്. അപ്പോൾ 9:29 ക്യാൻഡിൽ ക്ലോസ് ആയി 9:30 ക്ലോസ് ആയ ശേഷം മാത്രമേ നമ്മൾ സ്ട്രൈക്കിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഉള്ള റീഡിങ് ഈ 9:15 തൊട്ടിട്ട് 9:27, 28 വരെ ഉള്ള റീഡിങ്, സ്ട്രൈക്കിലെ റീഡിങ് നമുക്ക് കാണില്ല. കാരണം നമുക്ക് അറിയില്ലല്ലോ ഏതാ സ്ട്രൈക്ക് എന്നുള്ളത്, നമുക്ക് മനസ്സിലായിട്ടില്ലല്ലോ. ഇപ്പം നമുക്ക് ഇൻഡെക്സിൽ മനസ്സിലായി ഇത് 25,350 സ്ട്രൈക്ക്, അത് വ്യക്തമായിട്ട് അതിൽ പറഞ്ഞു. അപ്പം നമ്മൾ സ്ട്രൈക്കിലേക്ക് ഇട്ടു. സ്ട്രൈക്കിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ നോക്കേണ്ടത് 9:29
ഈ ഓർഡർ എക്സിക്യൂട്ട് പ്രൈസ് നമ്മളുടെ ബൈ പ്രൈസ് എക്സിക്യൂട്ട് ആവുന്ന നേരത്ത് ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്? ഇതിൻ്റെ സ്റ്റാറ്റസ് 9:29 ഓർഡർ എക്സിക്യൂട്ട് ആവുന്ന വില വന്നു, 120 ബൈ പ്രൈസ്, 134 ടാർഗറ്റ്, 106 സ്റ്റോപ്പ് ലോസ്, ആൽഫ 25 350 CE ആണ് ഇവിടെ വന്നത്. ഇതന്നെയാണല്ലോ ഇൻഡെക്സിലും വന്നത്. അപ്പം ഇവിടെ ആ സ്ട്രൈക്ക് എടുത്ത് നമ്മൾ ഇട്ടിട്ട് 9:29 ക്യാൻഡിലിൽ ആ പ്രൈസ് വരുന്നിടത്ത് ആ സിഗ്നൽ അവിടെ ആക്ടിവേറ്റ് ആയ നേരത്ത് ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവും. ഓൾറെഡി നമ്മൾ ആ സ്ക്രീനിൽ വരുന്നത് 9:30 ശേഷമാണ്. 9:30 ശേഷം നമ്മൾ അവിടെ വരുന്ന നേരത്ത് ഇവിടെ എന്താ ടേബിൾ പറയുന്നത്? ട്രെൻഡ് ബാരിഷാണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബാരിഷാണ്, പവർ ഓഫ് കൺട്രോൾ ബാരിഷാണ്, സ്ട്രെങ്ത് ഓഫ് ദ സിഗ്നൽ വീക്കാണ്, സീറ്റ നെഗറ്റീവാണ്, സിഗ്മ നെഗറ്റീവാണ്, വോളിയം വീക്കാണ്, നെഗറ്റീവാണ്, സ്കോർ 0, 3 റെഡ് ഡോട്ട്, ബാരിഷ്, ബയ്യർ വളരെ കുറവ്, സെല്ലർ വളരെ കൂടുതൽ. അപ്പം നമ്മൾ ഈ ട്രേഡ് എടുക്കാൻ പാടുണ്ടോ? ഇല്ല, ഈ ട്രേഡ് നമ്മൾ എടുക്കരുത്. ഇപ്പം എടുക്കുന്നത് വളരെ റിസ്ക്കിയാണ്. ഈ ടേബിൾ റീഡിങ്ങിൽ ഇതൊരു 15 to 20% സാധ്യത മാത്രമേ ഉള്ളൂ. അടുത്ത ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മളുടെ ബൈ പ്രൈസ് 120 കവർ ചെയ്തിട്ട് ഇത് മേലെ പോയിട്ട് ടാർഗറ്റ് ഹിറ്റ് ആവാൻ നോക്കാം. കാരണം ഈ ടേബിളും ഇൻഡെക്സിൻ്റെ ടേബിളും മിറർ പോലെയാണ്. ഇതിൻ്റെ റിപ്ലിക്കയാണ് ഇവിടെ കാണുന്ന ടേബിളും. ഇവിടെയും 0ആണ്, ഇവിടെയും മൊത്തത്തിൽ 7 റെഡാണ്. ഇൻഡെക്സിലും ഇവിടെ 0ആണ്, മൊത്തത്തിൽ റെഡാണ്. വന്നത് CE ആണ് നമുക്ക്. അപ്പോൾ CE സിഗ്നൽ വന്ന സ്ഥിതിക്ക് ഇവിടെ 2 ടേബിളും നെഗറ്റീവ് കാട്ടുന്നതിനെ കൊണ്ട് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. 5 മിനിറ്റാണ് മാക്സിമം സമയം. 7 മിനിറ്റ് വരെ പോവാം. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ സിഗ്നൽ ഹിറ്റായാൽ നമ്മളുടെ ബൈ പ്രൈസ് വന്നാൽ അത് പോസിറ്റീവായി എടുക്കാം. ആ നേരത്തെ വോളിയം വേണം. യെസ്, 120 ടച്ച് ചെയ്യുന്നിട്ട് വോളിയം ഒന്ന് ഫ്ലിക്കർ ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതവിടെ സസ്റ്റെയിൻ ആയില്ല പിന്നെയും. അപ്പം റിസ്ക് ഫാക്ടർ ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി നമ്മൾ എടുക്കാണ്ട് നിൽക്കുക. ഇന്ന് ട്രേഡ് വേണ്ട, അതാ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നു. അപ്പോൾ ഇന്ന് ട്രേഡ് വേണ്ട. ഒരു ദിവസം ട്രേഡ് എടുക്കാത്തത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ലോസുകൾ വരുത്തലല്ല നല്ലൊരു സക്സസ്ഫുൾ ട്രേഡർ ചെയ്യേണ്ടത്. എടുക്കുന്ന ട്രേഡ് പ്രോഫിറ്റബിൾ ആക്കാനാണ് നോക്കേണ്ടത്. ഇന്നത്തെ ട്രേഡ് വേണ്ടാന്ന് തീരുമാനിക്കുക, ഒഴിവാക്കി. പിന്നെയും വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്ത് നോക്കുക. ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഇനി നമുക്ക് 120 മേലെ ഇത് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ് ചോദിക്കുന്നത്. 120 മേലെ ഇത് പോവുമെന്ന് നോക്കുക. എപ്പോഴാണ് പോകുന്നതെന്നും കൂടി ശ്രദ്ധിക്കണം. ഇപ്പം സമയം 9:39 കഴിഞ്ഞ് അപ്പോഴും ആ ലെവലിൽ വന്നിട്ടില്ല. 9:40 ആയി, അപ്പോഴും ബൈ പ്രൈസ് ലെവലിൽ വന്നിട്ടില്ല. 41-ലും 42-ലും വന്നിട്ടില്ല. സിഗ്നൽ, ട്രെൻഡ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ, പവർ ഓഫ് കൺട്രോൾ, സിഗ്നലിൻ്റെ സ്ട്രെങ്ത്, സീറ്റ സിഗ്മ വോളിയം, സ്കോർ എല്ലാം നെഗറ്റീവാണ്. പിന്നെ എന്തിതാ ഇവിടെ പിന്നെയും ഒന്ന് ഗ്രീൻ കാട്ടി മേലെ കട്ട് ചെയ്ത് മേലെ പോയി, ബൈ പ്രൈസും കട്ട് ചെയ്ത് മേലെ പോയി. ഏത് വരെ എത്തി? എത്ര വരെ ഹൈ പോയി? 130.90 വരെ പോയി. നമ്മളുടെ ടാർഗറ്റ് 134ആണ്. 130.90 വരെ പോയിട്ടുള്ളൂ. കാരണം എന്താണ്? ഇൻഡെക്സിൽ മുഴുവൻ നെഗറ്റീവാണ്. ഇവിടെ സീറ്റിയും വോളിയമും പോസിറ്റീവായിട്ട് കുറച്ച നേരത്തേക്ക് പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷ് കാട്ടിയത് കൊണ്ട് മാത്രമാണ് ഇതൊന്ന് അപ് ട്രെൻഡ് കിട്ടിയത്. പക്ഷെ അപ് ട്രെൻഡ് കിട്ടുന്ന നേരത്തെ സമയം 9:46 കഴിഞ്ഞു. നമ്മൾ 9:46 എന്ന് പറഞ്ഞാൽ ഇത് ആക്ടിവേറ്റ് ആയത് 9:30 നമ്മൾ എടുക്കേണ്ടത് 9:35, 9:37, 38 ലാസ്റ്റ് ഡെഡ് ലൈൻ. 37-ൻ്റെ ഉള്ളിൽ വന്നിരിക്കണം. 38 കഴിഞ്ഞ് 46, 9:46 ഇത് പോസിറ്റീവായി കാട്ടിയത്. ആ പോസിറ്റീവായി കാട്ടി. പക്ഷെ അതിൻ്റെ തൊട്ടടുത്ത ക്യാൻഡിൽ മേലെ പോയി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെയും വോളിയം ഡ്രോപ്പായി. അങ്ങനെ കളിക്കുന്ന നേരത്ത് അഥവാ ആരെങ്കിലും ട്രേഡ് എടുത്തു എന്നുണ്ടെങ്കിൽ ഉടനെ 50%, 70% എത്തിക്കഴിഞ്ഞാൽ അവിടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ടിരിക്കണം. അല്ലെങ്കിൽ തിരിച്ച് ലോസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചെടുക്കണം. എടുക്കുകയാണെന്നുണ്ടാ പിന്നെയും കണ്ടോ, ആ കട്ടാവുന്നേരത്ത് പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിലും ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുക. കട്ടാവുന്നേരത്ത് പോസിറ്റീവ് ആയാലും അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യുന്ന നേരത്ത് അത് നെഗറ്റീവായി.
പിന്നെയും പോസിറ്റീവായി. അപ്പോൾ ഇവിടെ ഒരു അൺസർട്ടിനിറ്റി ഉണ്ട്. ഇവിടെ ആ സ്ട്രെങ്ത് കിട്ടുന്നില്ല. സിഗ്നൽ ഓഫ് ദ സ്ട്രെങ്ത് വീക്കാണ്. സിഗ്നൽ ഓഫ് ദ സ്ട്രെങ്ത് വീക്ക് ആവുന്ന നേരത്ത് നമ്മൾ ഈ 30 പോയിന്റ് ടാർഗറ്റിന് കാത്തു നിൽക്കരുത്. വളരെ വേഗം നമ്മൾ എക്സിറ്റ് അടിക്കണം. കിട്ടിയ പ്രോഫിറ്റ് മതിയും തീരുമാനിക്കണം. അതല്ല ഒരു ട്രേഡർ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇത് കൂടുതൽ പ്രോഫിറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്നതാണ് തെറ്റ്. ഇതാണ് പല ട്രേഡേഴ്സിനും റീറ്റെയിൽ ട്രേഡേഴ്സിനും എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ പറയുന്ന ഇഷ്യൂ. അവർക്ക് ഇത് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. എൻ്റെ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നവർ, ഫുൾ സ്റ്റോക്ക് ഉപയോഗിക്കുന്നവർ മാത്രമല്ല ഞാൻ പറയുന്നത്. ഏതൊരു ട്രേഡറും കിട്ടുന്ന പ്രോഫിറ്റിനെ കാട്ടി കൂടുതൽ കിട്ടാൻ വേണ്ടി പിന്നെയും വെയിറ്റ് ചെയ്യുന്നതാണ് തെറ്റ്. ഒരു പ്രോഫിറ്റ് നമ്മൾ ബൈ ചെയ്യുന്നിടത്ത് തന്നെ നമ്മളെ പ്രോഫിറ്റ് തീരുമാനിക്കണം. നമ്മൾ ബൈ ചെയ്യുന്ന പ്രൈസ് എന്താണെന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്താണെന്ന് തീരുമാനിക്കണം. ഇവിടെ ബൈ ചെയ്യുന്നത് എത്രയാണ് എന്നുള്ളത് ഫുൾ സ്റ്റോക്ക് ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാട്ടിത്തരും. എന്താണ് ടാർഗറ്റ് എന്നുള്ളത് അത് ഡിഫോൾട്ടാണ്, പ്രീസെറ്റഡ് ആണ്, അത് കാട്ടിത്തരും. എന്താണ് സ്റ്റോപ്പ് ലോസ് എന്നുള്ള കാട്ടിത്തരും. ഇത് മൂന്നും കാട്ടിത്തന്നാൽ നമുക്ക് ഡിസിഷൻ എടുക്കാൻ കുറച്ചും കൂടി എളുപ്പമാവും. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നതിൻ്റെ കൂടെ വളരെ കൂടുതൽ സഹായിക്കുന്നതാണ് GPS പോലെ ഈ ടേബിള് കോർണർ റൈറ്റ് സൈഡിൽ, ടോപ്പ് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ടേബിള് റീഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു 5 ദിവസം 7 ദിവസം ടേബിളിനെ കൃത്യമായി വാച്ച് ചെയ്ത് മാർക്കറ്റിൻ്റെ കൂടെ ലൈവ് ഇരുന്ന് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ നേരത്ത് ടേബിളിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വളരെ കംഫർട്ടബിളായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും എന്നാണ് എടുത്തവർ, യൂസ് ചെയ്യുന്നവർ പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് അതാണ്. നമ്മൾ ടേബിൾ ഒന്ന് റീഡ് ചെയ്യാൻ പഠിക്കണം. ടേബിൾ റീഡ് ചെയ്ത് മനസ്സിലായി, ടേബിളിനെ റീഡ് ചെയ്ത് പഠിച്ച ശേഷം മാത്രമേ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. നമ്മൾ എടുത്ത് ഇന്ന് നമ്മൾ ഇൻഡിക്കേറ്റർ വാങ്ങി ഇന്ന് തന്നെ ട്രേഡ് എടുത്ത് ഇന്ന് തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കണം, അങ്ങനെ ഒരു വാശിയോ നിർബന്ധ ബുദ്ധിയോ അല്ല ഒരു സക്സസ്ഫുൾ ട്രേഡർക്ക് വേണ്ടത്. എടുക്കുന്ന ട്രേഡ് കംഫർട്ടബിൾ ആവണം, എനിക്കത് പ്രോഫിറ്റ് കിട്ടണം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ട്രേഡ് എടുക്കേണ്ടത്. അങ്ങനെ അത് പ്രോഫിറ്റബിൾ ആവണം എന്ന് മനസ്സ് തോന്നിയത് കൊണ്ട് കാര്യമില്ല. പ്രോഫിറ്റബിൾ ആക്കാൻ ഉള്ള എല്ലാ കാര്യങ്ങളും ഈ ടേബിളുകൾ റീഡ് ചെയ്താൽ നമുക്ക് ഡിസിഷൻ എടുക്കാൻ എളുപ്പമാവും. സോ താങ്ക് യു. എല്ലാവരും ഫുൾ സ്റ്റോക്കിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഓരോ ദിവസവും വൈകുന്നേരം നിഫ്റ്റി 50 ട്രേഡിൻ്റെ അനാലിസിസ്, അതിൽ ഫുൾ സ്റ്റോക്ക് SNK Pro Plus എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇതിൻ്റെ സ്വഭാവം എന്താണ്, ഈ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോകൾ ഉണ്ടാവും. ഫുൾ സ്റ്റോക്ക് SNK 501 Pro ഇൻഡിക്കേറ്റർ Pro Plus എന്ന് പറയുന്ന ഈ ഇൻഡിക്കേറ്റർ ഒരു ദിവസം ഒരു ട്രേഡ് മതി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കൂടുതൽ ക്വാളിറ്റി ഓഫ് ദ ട്രേഡ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ക്വാണ്ടിറ്റി. കുറേ ട്രേഡ് ഒരു ദിവസം 5, 6, 4, 3 ട്രേഡ് എടുത്തുകൊണ്ടല്ല, ഒരു ട്രേഡ് എടുക്കുക, അത് ഒന്നിലും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. അപ്പോൾ പ്രോഫിറ്റ്, ആ ട്രേഡ് പ്രോഫിറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ടേബിൾ റീഡ് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ട്രേഡ് പ്രോഫിറ്റബിൾ ആവും. പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ട്രേഡ് എടുക്കണം. ഒരേ ദിവസം 2-3 രാവിലെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് 11 മണിയാകുമ്പോൾ അടുത്ത ട്രേഡ് എടുത്ത് ആ പ്രോഫിറ്റ് രാവിലെ ബുക്ക് ചെയ്തത് അഥവാ നഷ്ടപ്പെട്ടാൽ പിന്നെ ആ നഷ്ടം തിരിച്ചു പിടിക്കാൻ പിന്നെയും ട്രേഡ് ചെയ്യും. കൂടുതൽ നഷ്ടങ്ങൾ വരും. നമ്മളുടെ മെൻ്റലി നമുക്ക് ആ കോൺഫിഡൻസ് ലെവൽ മൈനസ് ആവും. പിന്നീട് നമ്മൾ എടുക്കുന്ന ട്രേഡുകൾ തെറ്റാറാണ് സംഭവിക്കുക. ഇതാണ് ഇവിടെ വരുന്ന കുറേ ആൾക്കാർ, മെമ്പേഴ്സ്, ഒരു ദിവസം 5-8 ആൾക്കാർ വരും. അവരൊക്കെ ഫേസ് ചെയ്യുന്ന പ്രശ്നം ഈ ട്രേഡ് കിട്ടായിട്ടല്ല, കിട്ടുന്ന ട്രേഡ് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം. ഇനി പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞാൽ പിന്നെയും ട്രേഡ് എടുക്കാൻ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത പ്രശ്നം. ഏതൊരു ഇൻഡിക്കേറ്ററും ഏതൊരു സ്ട്രാറ്റജിയും വെറും 10% മാത്രമേ ഉള്ളൂ. 90% മൈൻഡ് സെറ്റാണ്. നമുക്ക് അതിനെ മനസ്സിനെ പാകപ്പെടുത്തി എടുത്താൽ മാത്രമേ ഒരു സക്സസ്ഫുൾ ഇൻട്രാഡേ ട്രേഡർ ആവാൻ പറ്റുള്ളൂ. ഇറ്റ്സ് എ ഫാക്ട്. നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കാണ്ട് എന്ത് ഇൻഡിക്കേറ്ററും ഏത് സ്ട്രാറ്റജിയും ഉപയോഗിച്ചിട്ട് ഒരു കാര്യവുമില്ല. 2 ദിവസം പ്രോഫിറ്റ് ആയാൽ 4 ദിവസം നഷ്ടം വരും. രാവിലെ പ്രോഫിറ്റ് ആയാൽ വൈകുന്നേരം നഷ്ടമായിരിക്കും. എൻഡ് ഓഫ് ദ ഡേ ആർ യു ഹാപ്പി? എൻഡ് ഓഫ് ദ മന്ത് വെദർ യുവർ ക്യാപിറ്റൽ ഹാവ് ബീൻ ഇൻക്രീസ്ഡ്. ഇതാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതിലേക്കാണ് നമ്മൾ എയിം ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരു ദിവസം കൊണ്ട് ഒരു ട്രേഡിൽ
വളരെ കൂടുതൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല ഒരു സക്സസ്ഫുൾ ട്രേഡർ പ്ലാൻ ചെയ്യേണ്ടത്. ഈ ഷുഡ് പ്ലാൻ ഇസ് ട്രേഡ്. എവിടെ എടുക്കണം, ഏത് സ്ട്രൈക്ക് എത്ര റുപ്യയ്ക്ക് ബൈ ചെയ്യണം, അത് എത്ര റുപ്യയ്ക്ക് വിൽക്കണം, എന്താണ് അതിൻ്റെ ടാർഗറ്റ് ഞാൻ വെക്കേണ്ടത്, എന്താണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് എന്നുള്ള വ്യക്തമായൊരു തീരുമാനം ട്രേഡ് എടുക്കുമ്പോൾ നിർബന്ധമായിട്ട് വേണം. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സഹായിക്കുന്നതാണ് ഫുൾ സ്റ്റോപ്പ് SNK 501 Pro Plus എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ. താങ്ക് യു. ഇന്നത്തെ ട്രേഡിൻ്റെ അനാലിസിസ് ഇവിടെ തീരുന്നു. താങ്ക് യു.